വില്യം ബൂത്തിൻ്റെ ഒരു വാചകമത്രേ, ദ ഗ്രേറ്റ്നെസ് ഓഫ് എ മാൻസ് പവർ ഈസ് ദി മെഷർ ഓഫ് ഹിസ് സറണ്ടർ. ഒരു മനുഷ്യൻ്റെ ശക്തിയുടെ മഹത്വം അവൻ്റെ സമർപ്പണത്തിൻ്റെ അളവാണ്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ക്രൂശ് സമർപ്പണത്തെയും അനുസരണത്തെയും കാണിക്കുന്നു. നാം എത്രത്തോളം ക്രൂശ് ചുമക്കുന്നുവോ അത്രത്തോളം ആത്മശക്തിയുള്ളവരായിത്തീരുന്നു. ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നത്രേ സെൽഫ് സറണ്ടർ, സ്വയസമർപ്പണമെന്നത്. നമ്മുടെ സ്വന്തം വഴി, സ്വന്തം പ്രവൃത്തി, സ്വന്തം ചിന്ത എന്നിവയെ പൂർണ്ണമായും നിർത്തലാക്കി ദൈവത്തിൻ്റെ സ്നേഹത്തിലും ജ്ഞാനത്തിലും ശക്തിയിലും ആശ്രയിക്കുക, അതാണ് സമർപ്പണം. നാം പലപ്പോഴും നമ്മെ സമർപ്പിക്കാതെ യേശുവിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നിമിത്തം ഉയരത്തിലെ ശക്തി നമുക്ക് ലഭിക്കുന്നില്ല. ശക്തി ദൈവത്തിനുള്ളതാണെന്ന് 62-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നാൽ ഈ ശക്തി ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധനയുള്ളത്, പൂർണ്ണമായ സമർപ്പണം നമുക്കാവശ്യം. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. പാപത്തിനും ദൈവത്തിനും സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം സാധ്യമല്ല. പലപ്പോഴും ദൈവമക്കൾ ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നവരാണ്. പാപത്തെ പൂർണ്ണമായും വിടുവാൻ കഴിയുന്നില്ല, എന്നാൽ അതേസമയം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ദൈവത്തിന് പ്രസാദകരമല്ല. നമ്മുടെ അവയവങ്ങളെ ഓരോ ദിവസവും പാപത്തിന് മരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇത് ഒന്നാമത്തെ പരിപാടിയെങ്കിൽ രണ്ടാമത്തേതത്രേ റോമർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നത്. പാപത്തിന് നമ്മെ തന്നെ മരിപ്പിക്കുക, ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത എന്നത്. ദൈവഹിതത്തിനനുസരിച്ചുള്ള സമർപ്പണ ജീവിതം നയിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരാം. എന്നാൽ വിശ്വാസത്തോടെയും ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ ഉറപ്പോടെയും അവയെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്താൽ നമുക്കെല്ലാം മറികടക്കാനാകും. സർവശക്തൻ നമ്മുടെ പാത നയിക്കുന്നുവെന്ന് അറിയുന്നത് തന്നെ ആന്തരിക ശക്തിക്ക് വീര്യം കൂടുന്നതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒരിടത്ത് വായിച്ചതിങ്ങനെ, നിങ്ങളുടെ കാൽമുട്ടുകൾ ഒടുവിൽ തറയിൽ തട്ടുന്നതുവരെ നിങ്ങൾ ജീവിതത്തിൽ കളിക്കുകയാണ്. ചില തലങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുന്നു, കാരണം നിങ്ങൾ കളിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. The moment of surrender is not when life is over, it is when it begins. സമർപ്പണത്തിൻ്റെ നിമിഷം ജീവിതം അവസാനിക്കുമ്പോഴല്ല, അത് ജീവിതത്തിൻ്റെ തുടക്കമാണ്. ആ തുടക്കത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ ആഴമായി വെളിപ്പെടുന്നത്. Have a pleasant day.